നിവിനും സാബുമോനും ഭയങ്കര വഴക്കിടക്കാണ് ലൈവിൽ. നിവിൻ പറയുന്നത്, നീ അനിമോളുടെ ചിലങ്കയല്ലേ, നീ അനിമോളുടെ കാലിലെ ചിലങ്കയല്ലേ, അവിടെ ആട്ടം തീരുമ്പോൾ നിൻ്റെ ചിലങ്കയുടെ പണി തീരുമെന്ന് പറയുന്നത്. എടാ നീ അനിമോൾ അതുകൊണ്ടല്ലേ ഒന്നും പറയാതെ, ഞാൻ അനിമോളെ പറയേണ്ട സമയത്തൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ നിൻ്റെ കണക്കല്ല. നീ അക്ബറിനെ 3-4 ആഴ്ചയായില്ലേടാ എന്തെങ്കിലും പറഞ്ഞിട്ട്. നിനക്ക് അക്ബറിനെ പേടിയല്ലേടാ. അവൻ അക്ബറിൻ്റെ അടിമയാണ്, അവൻ അക്ബറിനെ ഒന്നും പറയത്തില്ലെന്ന് അനിമോൾ പറയുന്നു. നാണമില്ലല്ലോടാ അക്ബറിൻ്റെ പുറകെ കിടക്കാനാ. ഇത്രയും നാൾ ബിന്നിയുടെ പുറകെ കിടന്ന്, പിന്നെ അടുത്ത ലക്ഷ്മിയുടെ പുറകെ കിടന്ന്, അവരെ ഓരോരുത്തരായിട്ട് എടുത്ത് തൂക്കി എറിയുമ്പോൾ ഇപ്പോൾ അവസാനം അക്ബറിൻ്റെ എടുത്തുന്നത് അവൻ്റെ കഷ്ടകാലം അക്ബറിനെ നോക്കി പറയുന്നു. എന്നിട്ട് അക്ബർ ഇതിൻ്റെ പുറകെ പിന്നെ ഷാനവാസ് പുറകെ നിന്ന് കൈയുടെ നഖം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയുറച്ച് വഴക്ക് മൂക്കട്ടെന്ന് പറയുന്നു. എല്ലാവരും അതിലായാലും നൂറയായാലും ഇവരുടെ വഴക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും ചിരിക്കുകയാണ്. അക്ബർ മാറി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം സാബുമോൻ ഭയങ്കര സൗണ്ടിലാണ് സംസാരിക്കുന്നത്. നീ വെറും കൂതറ ഗെയിമറാടാ, നീ വെറും കള്ളനാടാ, എത്തിക്സ് ഇല്ലാത്തവനാടാ, നെറികെട്ടവനാടാ എന്തൊക്കെയോ പറയുന്നുണ്ട് സാബുമോന്. അതും ഭയങ്കര സൗണ്ടിൽ. നിവിനാണെങ്കിൽ വാ തുറക്കാനുള്ള സമയം കൊടുക്കാതാണ് സാബുമോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാബുമോൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിവിനെ അനിമോളും പറയുന്നുണ്ട്. അപ്പോൾ നിവിന് അനിമോളെ പറയണോ സാബുമോനെ പറയണോ, ആകെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിവിന് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുന്നതിന് മുമ്പേ ഇവരുടെ സൗണ്ടാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. സാബുമോൻ നല്ല ഒച്ചയെടുത്തിൽ നിവിൻ്റെ അടുത്ത് പോയി നിന്നിട്ടാണ് പറയുന്നത്. എടാ നീ അക്ബറിൻ്റെ മുണ്ട് താങ്ങിയല്ലേടാ. അപ്പം ഷാനവാസ് ചോദിക്കുന്നത്, മുണ്ട് താങ്ങിയടാ, എടാ മൂട് താങ്ങിയല്ലേ. അല്ല മുണ്ട് താങ്ങി, ഇവൻ മുണ്ടിൻ്റെ തുമ്പും പിടിച്ചോണ്ട് നടക്കുക, അക്ബറിൻ്റെ മുണ്ടിൻ്റെ തുമ്പാ ഇവൻ്റെ കയ്യിലെന്നൊക്കെ പറഞ്ഞിട്ട് സാബുമോൻ നിന്നങ്ങ് പൊളിച്ചടുക്കാണ് നിവിനെ. നിനക്ക് ശരിക്കും ഗെയിം എന്തുവാന്ന് അറിയാവടാ, നീ കള്ളനാടാ, നിനക്ക് ഗെയിം എന്തുവെന്ന് അറിയാടാ, നീ ഗെയിം കളിക്കുകയാണോടാ, നീ ഇവിടെ എന്തുവാടാ ചെയ്യുന്നതെന്നൊക്കെ സാബുമോൻ വന്ന് ചോദിക്കുകയാണ്. നിവിനിങ്ങനെ കുറേ നേരം ആലോചിച്ച് കിടന്നിട്ടാണ് എന്തെങ്കിലും ഒന്ന് പറയുന്നത്. അത് നിവിന് പറയാൻ അനിമോളെ മാത്രമേ ഉള്ളൂ. സാബുമോൻ പറയുന്നതിന് സാബുമോനെ പകരം പറയാനൊന്നുമില്ല. അനിമോളെ പറഞ്ഞ അവസാനം അനിമോൾ ചൂടായിട്ട് വന്നിട്ട് ചോദിക്കുന്നത്, എടാ നീ ഇല്ലടാ അക്ബറിൻ്റെ പുറകെ നടക്കുന്നത്, നീ അക്ബറിനെ താങ്ങിയില്ലടാ നടക്കുന്നത്, നീ അക്ബറിനെ അവൻ്റെ ഒരു ഗതികേട് അക്ബർ എന്ന് പറയുമ്പോൾ അക്ബർ കിടന്ന് ചിരിക്കുകയാണ്. അനിമോളുടെ സംസാരം കേട്ടിട്ട് അക്ബർ കിടന്ന് ചിരിക്കുകയാണ്. അക്ബർ മാത്രമല്ല എല്ലാവരും ചിരിക്കുന്നുണ്ട് അവിടെ, ആദിലെ നൂറ് എല്ലാം ചിരിക്കുന്നുണ്ട്. കാരണം ഇവർ സംസാരിക്കുന്ന അക്ബറിനെ സാബുമോൻ സംസാരിക്കുന്നത് അക്ബറിൻ്റെ മുണ്ട് താങ്ങി എന്ന് പറയുന്നു. നിവിൻ സംസാരിക്കുന്ന സാബുമോനെ അനിമോളുടെ ചിലങ്കയെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഉടനെ നിവിൻ അനിമോളോട് ചോദിക്കുന്നത്, നീ ഇപ്പോൾ എന്താ ഇവൻ്റെ പുറകെ ആയോ, നീ ഇപ്പോൾ ഇവനെ സപ്പോർട്ടിന് നിൽക്കുവാണല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനിമോള് പറയുന്നത്, ആടാ അവൻ നല്ലൊരു പയ്യനാണ്, അവൻ നിൻ്റെ കണക്കല്ലടാ, അവനൊരു നല്ല പയ്യനാണെന്ന് അനിമോള് സാബുമോനെ പറയുന്നു. അങ്ങനെ ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. ഒരു പൊടി പോലും വിട്ടുകൊടുക്കാതെ സാബുമോൻ്റെ ഇത്ര ഒച്ചത്തിലുള്ള സംസാരം ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ആ സാബുമോൻ മാത്രമല്ല അനിമോളും കൂടാണ് നിവിനെ പറയുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.